guys, welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സോൾ കാൻഡി ചാലഞ്ച് ആണ്. ഒരു നോ എക്സ്പ്രഷൻ ചലഞ്ച് ആണ്. റീസെന്റ് അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ആയിരുന്നു. അപ്പൊ നമ്മളത് സോൾ ബോംബ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻഡി വെച്ചിട്ടാട്ടോ നമ്മൾ ഈ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടഡ് ക്യാൻഡിയാണ്. ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഉള്ള കടയിൽ വാങ്ങിച്ചതാണ്. നമ്മളിത് ആദ്യം മുന്നൊന്നും കഴിച്ചിട്ടില്ല. ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതില് വരുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ റിയൽ ആണ്. ഞങ്ങൾ ഇതേവരെ ട്രൈ ചെയ്തിട്ടില്ല. സത്യം സത്യമായി പറയുന്നവനായി ഈ ക്യാൻഡിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മളിതൊരു ഒരു പാക്കറ്റ് ആയിട്ടാണ് വാങ്ങിയത്. അപ്പൊ ഒരു പാക്കറ്റ് 25 ക്യാൻഡീസ് ആണ് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ അറബി പിന്നെ ഇതിന്റെ അടിയിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ ക്യാൻഡിയുടെ ഒരു ഇതെങ്ങനെയാന്നുള്ളത്. അതിന്റെ ഔട്ടർ ലെയറിൽ എക്സ്ട്രീംലി സോറും അതുപോലെ സെന്ററിലോട്ട് വരുമ്പോൾ മീഡിയം സോർ, അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ലിക്വിഡ് ഫോമിൽ ഒരു സാധനമുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. One eternity later. അത് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെയാണ് പാക്കറ്റ് ആണ്. ചെറിയ ചെറിയ ക്യാൻഡീസ് ആയിട്ടാണ്. ചെറിയ മിഠായിയാണ്. നമ്മളുടെ ലാക്ടോ ക്യാൻഡി ഒക്കെ പോലെ അതുപോലെ ചെറിയൊരു ഒരു സൈസിലൊക്കെയാണ്. പൊടിക്കാം ഇതൊരു യെല്ലോയിഷ് ഗ്രീൻ കളറിലൊക്കെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. പൊട്ടിച്ച് തീർന്നിട്ടില്ല. So excited. അതെ, ഭയങ്കര എക്സൈറ്റഡ്. ഇതിന്റെ ഔട്ടറിൽ എന്ത് ചെറിയൊരു ഇതില് വൈറ്റ് കളർ പൊടി പോലെ എന്തൊക്കെയുണ്ട് കേട്ടോ. അതില് എനിക്ക് മാത്രമാണോ? അല്ല, ഇച്ചിരി പോയാനെ കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടി പോയാല് ചിലപ്പോ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മേ ബി നമ്മള് ഒക്കെ ഇങ്ങനെ പുളി ലൈക്ക് ഫുഡൊക്കെ നമുക്ക് അങ്ങനത്തേക്ക് ഉള്ളതുകൊണ്ട് പുളി കൂടുതൽ കഴിക്കാറുള്ളത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല വിചാരിക്കാം. പക്ഷെ ഇത് കഴിച്ച് കണ്ടുള്ളവരൊക്കെ ഭയങ്കര എക്സ്പ്രഷനൊക്കെയാണ്. അതായത് ഒറിജിനൽ ആയിട്ടുള്ളതാണോ അല്ല ഒറിജിനൽ ആയിട്ട് വരുന്നതാണോ അതോ ലൈക്ക് അഭിനയിക്കുന്നതാണോന്നും അറിയില്ല. അതിപ്പോ പറയും. ഇപ്പൊ സത്യാവസ്ഥ നമുക്കറിയാം. അപ്പൊ നമ്മളൊക്കെ ഇത് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ, എക്സ്പ്രഷൻ വന്നില്ലെങ്കിൽ അല്ല എക്സ്പ്രഷൻ ഇല്ലാതിരിക്കാതെ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ വരരുത്. ഓക്കെ ഓക്കെ അതാണ്. ഓക്കെ അവസാനം രീതി പറയാത് ഉണ്ടായിരുന്നു. ഓക്കെ 1 2 3 സ്റ്റെപ്പ്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. സ്റ്റാർട്ടിങ് കുറച്ച് മാത്രമേ തുടക്കത്തിൽ കടിച്ചു നോക്കാം. കടിച്ചു നോക്കുമ്പോ ആയിരിക്കും ചിലപ്പോ അതിന്റെ കടിക്കാം രുചി. പിന്നെ മധുര തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാധനം വന്നില്ല. എത്ര ഇല്ല ഇടണമായിരുന്നു. ഇനിയിപ്പോ നമുക്ക് അങ്ങനെയാ. ചിലവർക്ക് ചിലപ്പോ പുളിയൊന്നും അധികം യൂസ് ചെയ്യാത്തവർക്ക് പുളി ആദ്യമായിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ നമ്മള് മലയാളിക്ക് കുറച്ചുകൂടി പുളി എരിവാകുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇത് അത്രയ്ക്ക് വരും തോന്നില്ല. ഭയങ്കരമായ ആള്. നമ്മള് കഴിക്കാൻ പറ്റും. പേടിച്ചിരിക്കുന്നു വേണ്ട. അത് നോർമലാണ്. സോർ ബോംബ് ഒന്നുമല്ല, സോർ കാൻഡി. ലെമൺ ഒരു ടേസ്റ്റ് ആണ്. മധുരം വരുമ്പോൾ വരുന്നേ ഇല്ല. ഞങ്ങൾ കുറെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അതെ, ഞങ്ങള് കൊറേ വീഡിയോസ് കണ്ടപ്പോ എക്സ്പ്രഷൻ ഒക്കെ വാരി ഇതായിരുന്നു നമുക്കിത്. ഞാൻ വിചാരിച്ചു
സംഭവം എന്താ ഭയങ്കര ഇതിനേക്കാൾ സോറായിട്ടുള്ള ചോക്ലേറ്റ്സ് കാൻഡീസ് ഉണ്ടാവും. ഉണ്ടോന്ന് അറിയില്ല. ഞങ്ങള് സോർ ബോംബാണ് കുറെ പേര് ചെയ്തേക്കുന്നത് കണ്ടത്. അപ്പൊ അത് കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഞങ്ങൾ ശരിക്കും ഈ സാധനം. ഇനി ഞങ്ങളിങ്ങനെ വേറെ ആൾക്കാരും കൂടെ കൊടുത്തിട്ട് അവരുടെ എക്സ്പ്രഷൻ ഏതാ നോക്കാം. ഇതിപ്പോ ഞങ്ങൾ ഇത്രയും ക്യൂരിയോസിറ്റിയിൽ ഇരുന്നോണ്ടാണോ കഴിച്ചു എന്തായിരിക്കും എക്സ്പ്രഷൻ ചലഞ്ച് ആയിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് പുറമെ വന്നാലും നമ്മ കാണിക്കില്ല. പക്ഷെ അത്രയ്ക്ക് എക്സ്പ്രഷൻ ഇടാനായിട്ട് ഒന്നും ഉണ്ടായില്ല. അതായിരുന്നു എനിക്ക് ആക്ച്വലി ശരിയാ വന്നേ. എനിക്ക് മധുരമാണ് ഫീൽ ചെയ്തത്. കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഈ മധുരം ഫീൽ. പിന്നെ നിങ്ങളാണെങ്കിൽ ചിരിച്ചടിക്കണമെന്ന് ചോദിച്ചാൽ എന്തോ നോർമലി കഴിക്കുമ്പോ ആ സാധനം കഴിക്കുമ്പോ നമുക്കൊരു ചെറിയൊരു ചേഞ്ച് വരും. പുളിയുണ്ട്, അല്ലാണ്ട് ഭയങ്കര പുളി എക്സ്പ്രഷൻ ഇടാൻ മാത്രമുള്ള നമുക്ക് വലിയ പറ്റാത്ത രീതിയിൽ. പക്ഷെ മിഠായികളാ ടേസ്റ്റ് ഉണ്ട്. അവിടെ ഒരു കടിക്കുമ്പോ ഉള്ള ഒരു ഇതുള്ളൂ, അല്ലാത്തൊക്കെ മധുര. ഈ പടത്തില് ചെക്ക കാണിക്കണ പോലെ ഒന്നുമില്ല. അതെ, എന്തോ ശരിക്കും നമ്മൾ പുളിമിഠായി ഇരിക്കുന്നൊരു പുളിമിഠായി കുറച്ചും കൂടെ ഇത്തിരി ഇതുണ്ട് മധുരം. ഇനി ചപ്പി ചപ്പി വരുമ്പോഴാണോ കഴിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കിട്ടുന്നില്ല ഗൈസ്, കാരണം ചപ്പിട്ട് ഫുള്ള് മധുരമായിരുന്നു. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ നോ എക്സ്പ്രഷൻ ചലഞ്ചില് ഉണ്ടായിരുന്നത്. ശരിക്കും എക്സ്പ്രഷൻ ചലഞ്ച് ഞങ്ങൾക്ക് ശരി വന്നു. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ, ലൈക്ക് നോ എക്സ്പ്രഷൻ. നമുക്ക് ഓട്ടോമാറ്റിക്കലി എക്സ്പ്രഷൻ വരും. അപ്പൊ അങ്ങനെ വന്ന് ചിരി വന്നതല്ലാതെ എക്സ്പ്രഷൻ വരില്ല. എക്സ്പ്രഷൻ വരാതിരിക്കേണ്ടതായിരുന്നു. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല. സിംപ്ലി പറഞ്ഞ സംഭവം ഫ്ലോപ്പായി ഗൈസ്. അതായത് ഞങ്ങള് ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല ഇങ്ങനെ. ഫ്ലോപ്പാണ് അറിയില്ല. അതെ, കുറച്ചധികം നമ്മള് വീഡിയോ തന്നെ അട്ടർ ഫ്ലോപ്പാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സ്നീസിങ് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അതിനുള്ള ഒരു സംഭവം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കിട്ടുമ്പോ ട്രൈ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഫൺ കോണ്ടന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്യും. എല്ലാം ചെയ്ത് ഞങ്ങൾ പറയുന്നില്ല, കാരണം ഞങ്ങൾക്ക് അതിനുള്ള ഒരു ടൈം ലിമിറ്റും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. ടൈം ലിമിറ്റ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കാരണം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കാം. സ്നീസിംഗ് ചലഞ്ച് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എപ്പൊ ചെയ്യാൻ പറ്റും, എപ്പൊ വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. കഴിക്കാണ്. അതെ, ഞാൻ കുറച്ചൊരു കയ്യിലത്ത് പിടിച്ചിട്ടുണ്ടില്ല. ഇനി അടുത്തത് കഴിക്കുമ്പോ എങ്ങാനും എക്സ്പ്രഷൻ വന്നാലും എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഉൾപ്പാണ് സ്റ്റാർട്ടിങ് ഉണ്ട്. പകച്ചുപോയി എന്റെ ബാല്യം. ഉൾപ്പിട്ട് പോ സത്യം നല്ല ഉൾപ്പുണ്ട്. പുളിമുട്ടായിരിക്കും. ഇപ്പൊ പിന്നെ തെറ്റുമ്പോഴായിരിക്കും ചിലപ്പോ തെറ്റാവാ. നേരത്തെ നേരം കൂടിയുണ്ട്. അയ്യോ എന്റെ കാഴ്ച പോയി. എന്ത് വിഷമായിരിക്കും ഒഴിച്ചെന്ന്. അതാണ് ഞങ്ങൾക്ക് അതെ, ആ ഒരുമാതിരി നമ്മള് വീട് നിർത്താൻ പോയത് ലൈഫ് നമ്മൾ രണ്ടാമത് എടുത്ത് തിന്നാന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ തന്നെ കഴിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് വായിട്ടപ്പോ സെറ്റായി. കാരണം ഉണ്ടായിരുന്നു, പുളിപ്പുണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതിനൊരു പാഠം പഠിച്ചതെന്നറിയോ, ആദ്യം നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആയാലും വീണ്ടും ട്രൈ ചെയ്യുക. മെസ്സേജസ് ഉണ്ടാവും. അതായത് ആദ്യത്തെ തവണ ഫ്ലോപ്പ് ആയാലും രണ്ടാം തവണ ട്രൈ ചെയ്യാം. അത് ചിലപ്പോ ഫ്ലോപ്പ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോ സക്സസ് ആയത് പോലെ. ഉള്ളിലത്തെ സാധനങ്ങൾ തന്നെ ഇറങ്ങി വരുമ്പോ ഒരു രസവും കടിക്കാൻ പാടില്ലായിരുന്നു നേരത്തെ. ഓ വയസ്സിപ്പോ ഒരു വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ അവര് പറഞ്ഞ ഒരു പൗഡർ മീഡിയം ചോറാണത്. അല്ല, അതിന്റെ ഉള്ളിൽ സാധനം പൊട്ടി വരുന്നുണ്ട്. പൗഡർ വരാതായിട്ടുള്ളൂ. എന്റെ അവിടെ എത്തിയ അതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്നുണ്ടെന്ന്. പുള്ളിയിലൊന്നും ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞു. ഒരു ടൈമിങ് കഴിക്കാം, പിന്നത്തെ ടൈമിങ് കഴിയുമ്പോ എന്തായാലും നിങ്ങൾ ആയില്ല. അപ്പൊ ശരി, കയ്പ് പോലത്തെ ഉപ്പാണ്. പക്ഷെ ഇതൊന്നും അങ്ങനെ എക്സ്പ്രഷൻ ഇടാൻ പറ്റിയത്. ആദ്യത്തെ നല്ല എക്സ്പ്രഷൻ. നമ്മള് രണ്ടാമത് വായിലിട്ടപ്പോ ഫസ്റ്റത്തെ സാധനം അത് ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ മധുരം. അതെ, പുളി ഇങ്ങനെ കൂടുതൽ അതല്ലാത്ത പുളിയായിരുന്നു. പുളി മാത്രല്ല,
കയ്പോ അങ്ങനെ ഒരുമാതിരി ഇത് ശരിയാ സോർ അങ്ങനെയായിരുന്നു. എനിക്കൊന്നും പറയാണ്ട കാര്യങ്ങൾ വായിലെടുത്തിട്ട് ഈ എക്സ്പ്രഷൻ വരും. അത് നല്ലത് എനിക്ക് തോന്നുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തോണ്ടല്ലേ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് കൺട്രോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ലൈക്ക് നമ്മളപ്പോ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ ഭയങ്കരമായിരിക്കും. പക്ഷെ ഇത് അറിയാത്ത ഒരാൾക്ക് ചെന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോ ഇത് സാധനമൊക്കെ ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് അതങ്ങനെ ഒരു നമുക്ക് പറയാണ്ട് ചെയ്യാം. അത് അവരുടെ നേരെ അവരോട് കഴിക്കാൻ പറയാം. അതിന്റെ എക്സ്പ്രഷൻ കാണിക്കാൻ പറയാം. സക്സസ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോ കഴിയില്ല കേട്ടോ. അപ്പോ ഗൈസ് അപ്പൊ ഇത്രയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ആർക്കെങ്കിലും കൊടുത്ത് സോറി നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു തമാശയോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഒന്നും ഞങ്ങൾക്ക് വന്നില്ല. വേറെ ആർക്കെങ്കിലും കൊടുക്കുമ്പോ നിങ്ങൾ ഇനി ചലഞ്ച് ചെയ്യാൻ പോണവരാണെങ്കിൽ നിങ്ങൾ തന്നെ തിന്നാണ്ട് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുള്ള വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോഴായിരിക്കും കൂടുതല്. അവരോട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ പുളിയാണ് എന്താണെന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന ക്യാൻഡി ഒരെണ്ണം കഴിച്ചു നോക്കുക. അങ്ങനെ എനിക്ക് ചുമ്മാ കൊടുക്കാം. അപ്പൊ അവര് കഴിക്കുമ്പോ ഇതെന്താ അങ്ങനെ പറയും. ഇത് എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുമ്പോ നമ്മള് ഫ്ലോപ്പായി. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. അവസാനിക്കല്ല, നമുക്കിനി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിലൂടെ ആഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ നിങ്ങൾക്ക് എത്തിക്കാൻ നോക്കാനും ഇനി അതെ ഞങ്ങൾക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ടൈമിന്റെയും കുറെ കാര്യങ്ങളുടെ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കാൻഡീസ് ബാലൻസ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് ഫുള്ളിട്ടൊന്നും നോക്കില്ല. ഞങ്ങൾ വിഷമിക്കും. ഞങ്ങളിങ്ങനെ ഒരു ഓണത്തിനൊത്ത് പോകുന്നു എന്നല്ലാതെ കണ്ണാണല്ലോ. അതെ നമുക്ക് തന്നെ ഇറക്കിയെടുത്ത് നോക്കാൻ ഞങ്ങൾക്കൊരു ടൈം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ചലഞ്ചുകൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മളുടെ വേറെ കുറച്ച് നമ്മള് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടം. ഇനി വഴിയെ കുറച്ച് മെയിൻ ആയിട്ട് അതെ എല്ലാവരും കുറച്ച് നമ്മളിനി അടുത്ത പുതിയ കുറച്ച് കോൺസെപ്റ്റ്സ് ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് വരും. അപ്പൊ അതിനൊക്കെ വെയിറ്റ് ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബിലൂടെയും അതുപോലെ ലൈക്കിലൂടെയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണം. ഇതൊക്കെയാണ് ഞങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. നമ്മുടെ വീഡിയോയുടെ കഴിയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആശംസിക്കുന്നു. ബൈ.